ആയിരിക്കും. Then this equation is called non-homogeneous differential equation. Okay, so ഇത് രണ്ട് ടൈപ്പാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. And one is the non-homogeneous equation with constant coefficient. Okay, and the second is non-homogeneous Euler-Cauchy equation. Okay, so എങ്ങനെയാണ് നമ്മളിത് ചെയ്യുക? The non-homogeneous equation with constant coefficient means the equation of the form y double dash plus എന്താ നമ്മളെ കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഫോം എന്തായിരുന്നു? y double dash plus ay dash plus by. This is the constant coefficient which is equal to some r of x. ഇപ്പം എന്തായത്? നോൺ ഹോമോജീനിയസ് ആയില്ലേ? ഇത് ഈക്വൽ ടു 0 ആണെങ്കിൽ ഹോമോജീനിയസ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആയേനെ. ഈക്വൽ ടു ആർ ഓഫ് എക്സ് ആയതുകൊണ്ട് ദിസ് ഈസ് എ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ്. ഓക്കെ, സിമിലർലി ഓയിലർ നോൺ ഹോമോജീനിയസ് എന്തായിരിക്കും? ഓയിലർ ഇക്വേഷന്റെ ഫോം എന്താണ്? എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എ എക്സ് വൈ ഡാഷ് പ്ലസ് ബി വൈ. Okay, which is equal to r of x. Then this is non-homogeneous Euler-Cauchy equation. Okay, so ഈ രണ്ട് non-homogeneous equation ഇത് രണ്ടിൻ്റെയും എന്താണ് സൊല്യൂഷനുമാണ് നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, ദി സൊല്യൂഷൻ ഓഫ് എ non-homogeneous differential equation. Okay, so ഒരു എക്സാമ്പിൾ പറഞ്ഞ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഞാൻ എഴുതാം. y ഡബിൾ ഡാഷ് പ്ലസ് 2y ഡാഷ് പ്ലസ് 3y. ലെഫ്റ്റ് സൈഡ് എന്തായി? നമ്മളെ കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റിന്റെ ഫോം ആയി. ഈക്വൽ ടു സം എക്സ് സ്ക്വയർ. റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ ഓഫ് എക്സ് ആയി. ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? എക്സ് സ്ക്വയർ. സോ ദിസ് ഈസ് എ നോൺ ഹോമോജീനിയസ് differential equation with constant coefficient. Okay, similarly Euler quotient എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുക? എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് 2xy dash plus 3y equal to some e raised to x. Okay, so this is what? This is non-homogeneous equation of Euler-Cauchy equation. Okay, so this is non-homogeneous equation. ഇനി non-homogeneous equationന്റെ solution എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? So the solution of non-homogeneous differential equation is of the form y equal to YH plus YP. ഇങ്ങനെയായിരിക്കും നമ്മൾ നോൺ ഹോമോജീനിയസ് ഇക്വേഷന്റെ സൊല്യൂഷൻ ഉണ്ടാവുക. ഓക്കെ, y ഈക്വൽ ടു YH plus YP. ഓക്കെ, where YH means YH is the solution of the corresponding homogeneous equation of the given non-homogeneous equation, and YP is the particular solution of non-homogeneous equation. Okay, so the solution of a non-homogeneous differential equation is of the form y equal to YH plus YP. Okay, ഒരു non-homogeneous equation നിങ്ങൾക്ക് തന്നാൽ അതിന്റെ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? y equal to എന്ന് പറഞ്ഞിട്ട് YH plus YP. അപ്പം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഈ YH ഉം YP ഉം ആണ്. ഓക്കെ, വേറെ YH എന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ഉണ്ടാവൂലേ? സൊല്യൂഷൻ കണ്ടുപിടിക്കണ്ടേ? ആ നോൺ ഹോമോജീനിയസ് ഇക്വേഷനാ എന്താക്കുക? ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ ആക്കിയിട്ട് മാറ്റുക. അപ്പം ആ നോൺ ഹോമോജീനിയസിനെ ഹോമോജീനിയസ് ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം നിങ്ങൾ ചെയ്യണ്ടു. നോൺ ഹോമോജീനിയസ് മീൻസ് വിച്ച് ഇസ് ഈക്വൽ ടു ആർ ഓഫ് എക്സ്. ഓക്കെ, സോ put 0 instead of that r of x. Okay, remove that r of x and put a 0.
instead of that r of x, then you will get an homogeneous equation അല്ലേ. നമുക്ക് ഒരു ഇക്വേഷൻ ഇസ് ഈക്വൽ ടു ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാലാണ് നോൺ ഹോമോജീനിയസ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ ഹോമോജീനിയസ് ഇക്വേഷൻ എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആർ ഓഫ് എക്സിന് പകരം അവിടെ 0 കൊടുക്കുക. then you will get corresponding what homogeneous equation of the given non homogeneous equation. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഹോമോജീനിയസ് ഇക്വേഷൻ കിട്ടൂലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആ ഹോമോജീനിയസ് ഇക്വേഷന്റെ സൊല്യൂഷൻ നമുക്ക് കാണാൻ അറിയാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അതിന്റെ സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിക്കുക. ആൻഡ് ആ സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വൈ എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, വൈ എച്ച് ഹോമോജീനിയസിന്റെ സൊല്യൂഷൻ, ദ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ സൊല്യൂഷൻ ഇസ് വാട്ട് വൈ എച്ച്. ഓക്കെ, അപ്പൊ അത് നമ്മൾ അവിടെ കണ്ടുപിടിക്കാം. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട ടേം വൈ പി ആണ്. വൈ പി മീൻസ് ദി പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ. ഓക്കെ, സോ ആ പർട്ടിക്കുലർ സൊല്യൂഷൻ എങ്ങനെയാ കാണാ, ഇത് നമ്മളെ മറ്റേ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ കാണുന്ന പോലെയല്ല. നോൺ ഹോമോജീനിയസിന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ കാണാൻ നിങ്ങൾക്ക് എന്താ മെത്തേഡ്സ് ഉണ്ട്. അതായത് ഈ നോൺ ഹോമോജീനിയസ് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 മെത്തേഡ്സ് പഠിക്കാനുണ്ട്. ഓക്കെ, ഫോർ ഫൈൻഡിങ് ദി സൊല്യൂഷൻ ഓഫ് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ യു ഹാവ് 2 മെത്തേഡ്സ്. ദി ഫസ്റ്റ് വൺ ഈസ് undetermined coefficient. Okay, the method of undetermined coefficient, and the another method is a method of variation of parameter. സോ ഈ രണ്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മെത്തേഡ്സ് ആണ്. എസ് എ ക്വസ്റ്റൻ ആയിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ രണ്ടും ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മെത്തേഡ്സ് ആണിത്. Okay, so the first one is the undetermined coefficient and the second one is method of variation of parameter. അപ്പോൾ method of undetermined coefficients ആണെങ്കിൽ ഈ വൈ പി പർട്ടിക്കുലർ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ഫോർമുലാസ് ഉണ്ട്. ഇനി മറ്റേതാണെങ്കിലോ വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ആണെങ്കിൽ അഗൈൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫോർമുല ഉണ്ട്. വേരിയേഷൻ ഓഫ് പാരാമീറ്ററിന്റെ കേസിൽ വൈ പി കാണാൻ വേണ്ടിയിട്ടൊരു വേറെ ഫോർമുലയാണ് ഉള്ളത്. അപ്പൊ ഈ വൈ പി കാണുന്നതിലാണ് കാര്യം. മറ്റേ വൈ എച്ച് നിങ്ങൾ ഓൾറെഡി പഠിച്ചു, അതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഹോമോജീനിയസ് ഇക്വേഷന്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് കാണാൻ അറിയാം. സോ വൈ എച്ച് എന്ന് പറഞ്ഞൊരു കാര്യമേ നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾ കണ്ടുപിടിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പകുതിയോളം ഇനി പഠിക്കാൻ പോകുന്ന ടോപ്പിക്സിൽ പകുതിയോളം നിങ്ങൾ കവർ ചെയ്തു. സോ വൈ എച്ച് നിങ്ങൾ കണ്ടുപിടിക്കും. വൈ പി ആണ് ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ വൈ പി ഞാൻ പറഞ്ഞു 2 മെത്തേഡ്സ് ഉള്ളത്. ആ 2 മെത്തേഡ്സിന്റെ ഫോർമുല നമ്മൾ പഠിച്ചു വെക്കണം. അതിൽ വേരിയേഷൻ ഓഫ് പാരാമീറ്ററിൽ നമുക്ക് ഒറ്റ ഒരു ഫോർമുല പഠിച്ചാൽ മതി വൈ പി കാണാൻ വേണ്ടിയിട്ട്. ആ ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ വൈ പി കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. അപ്പൊ അത് വലിയ കുഴപ്പമില്ല. പക്ഷെ അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ, അതായത് ഒരു ടാബിള് തന്നെ നിങ്ങളൊന്ന് പഠിച്ചെടുക്കാനുണ്ട്. ആ ടാബിള് പഠിക്കേണ്ടതേ അവിടെ ഒരു വിഷയം വരുന്നുള്ളൂ. ഓക്കെ, സോ അതാണ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ വൈ പി കണ്ടുപിടിക്കും. ഓക്കെ, സോ വി ഹാവ് ടു ഡിസ്കസ് എ ടാബിൾ. ആ ഒരു ടാബിളിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. സോ ദിസ് ഈസ് ദി സൊല്യൂഷൻ ഓഫ് എ നോൺ ഹോം. ഒരു ഐഡിയ കിട്ടിയില്ല എന്താണ് നമ്മൾ കാണാൻ പോകുന്ന സൊല്യൂഷൻ എന്നുള്ളത്. സോ എ നോൺ ഹോമോജീനിയസ് സൊല്യൂഷൻ ഓഫ് എ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഓഫ് ദി ഫോം y ഈക്വൽ ടു വൈ എച്ച് പ്ലസ് വൈ പി. സോ ഒരു നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ എങ്ങനെ ഉണ്ടാവുക, y double dash plus some f of x y dash plus g of x y equal to some r of x. ഇങ്ങനെയായിരിക്കും നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാവുക നോൺ ഹോമോജീനിയസ്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ എഴുതാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ലെഫ്റ്റ് സൈഡ് അതേപോലെ എഴുതുക. ഓക്കെ, ആൻഡ് റൈറ്റ് സൈഡ് 0 ആക്കുക. അപ്പൊ നിങ്ങൾക്ക് ഹോമോജീനിയസ് ഇക്വേഷൻ കിട്ടും. ഈ ഹോമോജീനിയസ് ഇക്വേഷൻ നിങ്ങൾ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, വൈ എച്ച് കിട്ടും. അതവിടെ കണ്ടുപിടിക്കുക. ദെൻ ദി സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഫൈൻഡ് വൈ പി. വൈ പി കാണലാണ് നിങ്ങളെ സെക്കൻഡ് സ്റ്റെപ്പ്. വൈ പി കാണാനാണ് നമ്മളിനി പഠിക്കേണ്ടത്. ഓക്കെ, സോ ദിസ് ഈസ് ദി സെക്കൻഡ് ഓർഡർ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻസ്. ഓക്കെ, ആൻഡ് ഞാൻ പറഞ്ഞു യു ഹാവ് 2 മെത്തേഡ്സ്. 2 മെത്തേഡ്സ് ആണ് നിങ്ങൾക്കുള്ളത് ഫോർ ഫൈൻഡിങ് വാട്ട്, ഫോർ ഫൈൻഡിങ് സൊല്യൂഷൻ ഓഫ് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ. So the first method is method of undetermined coefficient, and the second method is method of variation of parameters. അപ്പോൾ ഇതിന്റെ പ്രോബ്ലം
ഈ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ വലിയ കുഴപ്പമില്ല, നമുക്ക് വേഗം ആൻസർ ഒക്കെ കിട്ടും. നമ്മൾ ഒരു ഫോർമുല നിങ്ങൾക്ക് വൈപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി പഠിക്കാനുള്ള ആ ഫോർമുല പഠിച്ചാൽ പെട്ടെന്ന് നമുക്കിത് ചെയ്യാം. പക്ഷേ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റിൽ ഒരു ടാബിൾ നിങ്ങൾ പഠിക്കണം. വൈപ്പി കണ്ടുപിടിക്കാനുള്ള ഒരു ടാബിൾ നിങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ ഇതിന്റെ പ്രോബ്ലത്തിന്റെ പ്രത്യേകത, പ്രോബ്ലം ഈസിയാണ്, ചെയ്യാനൊക്കെ ഈസിയാണ്, വലിയ കുഴപ്പമില്ല. പക്ഷെ ഇത്തിരി ലെങ്തി ആയിരിക്കും ചില സമയത്ത് പ്രോബ്ലം, അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ഒരു നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ എന്താന്ന് മനസ്സിലായോ? അതിന്റെ സൊല്യൂഷന്റെ ഫോം എങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിലായോ? എത്ര മെത്തേഡ്സ് ഉണ്ട് എന്നുള്ളതും ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് ആദ്യത്തെ മെത്തേഡിലേക്ക് പോവാം. ശരിക്കും ശ്രദ്ധിക്കണേ, ഓരോ സ്റ്റെപ്പും നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. ഡൗട്ടെല്ലാം കൃത്യമായിട്ട് ചോദിക്കണം. ഓക്കെ, സോ ദിസ് ഈസ് ദി മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ്. അപ്പം നമുക്ക് അങ്ങനെ അതിൻ്റെ തിയറീസ് കാര്യങ്ങളൊന്നും അങ്ങനെ കൂടുതലായിട്ട് പോകണ്ട, ഞാൻ പറഞ്ഞ അത്രയും നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, സോ ഇതിൻ്റെ വർക്കിംഗ് റൂൾ മാത്രം നോക്കുക. നമുക്ക് എന്താ വേണ്ടത്? നമുക്കൊരു നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ തന്നാൽ അതിൻ്റെ സൊല്യൂഷൻ കാണാനേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ അത് കാണാനുള്ള അതിൻ്റെ സ്റ്റെപ്സ് കാര്യങ്ങൾ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ആദ്യം മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് ഫോർ ദിസ് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ്. മനസ്സിലായി, രണ്ട് ടൈപ്പേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ, ഒന്ന് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ്, ഒന്ന് ഓയിലർ കോഷ്യന്റ്. അപ്പൊ ആദ്യം കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് എങ്ങനെ കാണാൻ നോക്കാം. സോ ഹിയർ y ഡബിൾ ഡാഷ് പ്ലസ് a y ഡാഷ് പ്ലസ് by ഈക്വൽ ടു r of x ഈസ് എ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ്. ഓക്കെ, ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് കാണണം. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഇതിന്റെ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആയ YH കണ്ടുപിടിക്കുക. യു ഹാവ് ടു ഫൈൻഡ് ദി സൊല്യൂഷൻ YH. Okay, YH means the solution of the corresponding homogeneous equation. അതെങ്ങനെ കണ്ടുപിടിക്കുക? y ഡബിൾ ഡാഷ് പ്ലസ് അത് തന്ന ഡിഫറൻഷ്യൽ എന്തിൻ്റെയാണോ സൊല്യൂഷൻ നിങ്ങൾക്ക് കാണേണ്ടത് അതിന്റെ റൈറ്റ് സൈഡ് 0 ആക്കിയിട്ട് അതിനൊരു ഹോമോജീനിയസ് ഇക്വേഷൻ ആക്കുക. റൈറ്റ് സൈഡ് 0 ആക്കുക മീൻസ് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, r of x പകരം 0 കൊടുക്കുക, അത്ര മാത്രമേ ചെയ്യേണ്ടൂ. വേറെ ആ തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒരു ചേഞ്ച് നിങ്ങൾ വരുത്താൻ പാടില്ല. ഓക്കെ, സോ ഇതിങ്ങനെ 0 ആക്കിയിട്ട് എഴുതുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി? യു വിൽ ഗെറ്റ് എ ഹോമോജീനിയസ് ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് ദി ഹോമോജീനിയസ് ഇക്വേഷൻ സൊല്യൂഷൻ. സോ ദാറ്റ് സൊല്യൂഷൻ ഈസ് യുവർ YH. Now we have to find the particular solution YP. അപ്പൊ ഈ YP കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. ഇനി ഈ റൂള് മൊത്തം ഒന്നും, ഒരു റൂള് മനസ്സിലാക്കുക, രണ്ടാമത്തെ റൂള് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. ഇതിന് വെറുതെ നമ്മളിങ്ങനെ പേര് വെച്ചു എന്നേ ഉള്ളൂ. റൂൾ 1, റൂൾ 2, റൂൾ 3, റൂൾ 1, 1B, 2, 2B, അതൊക്കെ ഒരു പേരാണ്. ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ റൂളിൽ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. സോ ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യുന്ന കാര്യം അതൊന്ന് വൃത്തിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ then it will be very easy for you. Okay, ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ YP ആണ് കണ്ടുപിടിക്കേണ്ട രണ്ടാമത്തെ സ്റ്റെപ്പ്. അത് നമ്മൾ പഠിക്കും എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ദി ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ജനറൽ സൊല്യൂഷൻ. സോ ജനറൽ സൊല്യൂഷൻ ഇസ് y is equal to YH plus YP. ഓക്കെ, സോ ഇനി റൂൾ 1 എന്ന് പറഞ്ഞാൽ if r of x in the differential equation is one of the functions in the table below. ഒരു ടാബിൾ താഴെയുണ്ട്, ആ ടാബിളിൽ കുറച്ച് ഫങ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ആ ഫങ്ഷൻസിലെ ഏതെങ്കിലും ഒരു ഫങ്ഷൻ ആണോ നിങ്ങൾക്ക് തന്ന r of x എന്ന് നിങ്ങൾ നോക്കുക. അതിൽ തന്ന ഏതെങ്കിലും ആണ് നിങ്ങൾ r of x എങ്കിൽ നമുക്കത് കാണാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും ഒരു ഫിക്സഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, കുറച്ച് ഫിക്സഡ് ആയിട്ടുള്ള r of x വന്നാൽ എങ്ങനെ നമ്മൾ അതിന്റെ YP കണ്ടുപിടിക്കാം, അത്രയും നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. സോ ആദ്യം നമ്മൾ അതാ ചെക്ക് ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ r of x എന്താണെന്ന് നോക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ലുക്ക് ദി r of x. അപ്പൊ തന്നെ നമ്മളെ ടാബിളിലേക്ക് പോവാം. ഈ ടാബിൾ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കണം. കണ്ടോ, ഈ ടാബിളിന്റെ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ നോക്കുക. നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കുറെ ഫങ്ഷൻസ് നിങ്ങൾ കാണുന്നുണ്ട്. k ഇൻറ്റു e റേസ് ടു px. ഈ k എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നമ്പർ ആയിരിക്കും, p ക്ക് പകരം ഏതെങ്കിലും നമ്പർ ആയിരിക്കും. അതേപോലെ pn of x മീൻസ് ഏതെങ്കിലും ഒരു പോളിനോമിയൽ തന്ന r of x. ഇതെന്താണെന്നറിയോ? ഈ ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് തന്ന r of x ഇതിൽ ഏതെങ്കിലും ഉള്ള r of x ആണോ എന്നാ നിങ്ങൾ നോക്കണ്ടേ. ഈ തന്ന ഫങ്ഷൻസ് കണ്ടോ, k e റേസ് ടു px, pn of x, k cos qx, k sin qx, k e raised to px cos qx, k e raised to px into sin qx, pn of x into e raised to px. അതായത് ഈ ഫോമിൽ ഇതിൽ ഏതെങ്കിലും ഉള്ള ഫോമിൽ വരുന്ന r of x ആണോ നിങ്ങൾക്ക് തന്നിട്ടുള്ളതെന്ന് നോക്കുക. ഉറപ്പായിട്ടും ഇതിൽ ഏതെങ്കിലും ഒരു r of x നിങ്ങൾക്ക് തരും. ഓക്കെ, സോ ഇതിൽ ഏതെങ്കിലും ഉള്ള r of x ആണ് തന്നെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള YP ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ,
ഇപ്പം ഇങ്ങനെ ഒരു ഫോമിലെ ആർ ഓഫ് എക്സ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതായത് ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ വരുന്ന ആർ ഓഫ് എക്സ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ 2e⁻3x. അപ്പൊ ഈ ഒരു ഫോമിലല്ലേ അത് വരുന്നത്. കെക്ക് പകരം 2 ഉണ്ട്, ഇ ഉണ്ട്, പിന്നെ എന്താ പിക്ക് പകരം ഒരു 3 ഉണ്ട്, എക്സ്. അപ്പൊ ഈ ഒരു ഫോമിൽ വരുന്ന ആർ ഓഫ് എക്സ് ആണ് നിങ്ങൾക്ക് തന്നെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ എന്ത് എഴുതുക, വൈ പി ഇസ് ഈക്വൽ ടു ഇത് എഴുതുക. വൈ പി ഇസ് ഈക്വൽ ടു CE⁻px നിങ്ങൾ എഴുതും. ഓക്കെ, പി എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും എന്താണ് പി എന്നുള്ളത്. അപ്പൊ ആ പിക്ക് പകരം നിങ്ങൾ ഇവിടെ പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് വേണ്ടത്. സി തന്നെ എഴുതുക. ഓക്കെ, സോ വൈ പി ഇസ് ഈക്വൽ ടു ഇത് എന്ന് എഴുതുക. ആർ ഓഫ് എക്സ് ഇങ്ങനെ ഒരു ഫോമുല തന്നിട്ടുണ്ടെങ്കിൽ then your yp is this. സോ വൈ പി എന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് പെർട്ടിക്കുലർ സൊല്യൂഷൻ. സോ നമ്മൾ എന്തായാലും കണ്ടുപിടിക്കേണ്ടത്, വൈ പി നമ്മൾ എഴുതിയാൽ നമ്മൾ ഈ സി നമ്മൾ കണ്ടുപിടിക്കണം. സിന്റെ വാല്യൂ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത. ഇതാണ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് സി. ഈ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കലാണ് നമ്മളെ ജോലി. ഓക്കെ, സോ അപ്പം സെക്കൻഡ് സ്റ്റെപ്പ് മനസ്സിലായില്ലേ. ആർ ഓഫ് എക്സ് ക്വസ്റ്റ്യനിൽ നോക്കുക. ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇത് ഒന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായാലും പിന്നെ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. സോ ഇത് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എനിക്ക് പറയേണ്ടി വരും. ഓക്കെ, സോ നിങ്ങൾക്ക് ആർ ഓഫ് എക്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. ആർ ഓഫ് എക്സ് ഏത് ഫോമിലുള്ളത് നോക്കുക, ഈ തന്നതിൽ ഏത് ഫോമിലുള്ളത് നോക്കുക. എന്നിട്ട് ഏതാണോ ഫോം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ പി എഴുതുക. അപ്പൊ ഇത് എഴുതണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം, ഈ ഒരു ടാബിൾ നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, ബൈ ഹാർട്ട് പഠിക്കാൻ മീൻസ് ഈ ആദ്യത്തെ ഒരു 4 പഠിച്ചാൽ ബാക്കി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരും. കാരണം ഈ 4 കോമ്പിനേഷൻസ് താഴോട്ടേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ കോമ്പിനേഷൻ ഏകദേശം ഇങ്ങനെ തന്നെയാണ് എഴുതുക. ഓക്കെ, സോ അത് പഠിച്ചു വെക്കുക. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർ ഓഫ് എക്സ് എഴുതുക. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ്. സോറി, കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ പി എഴുതുക. എന്താണോ ആർ ഓഫ് എക്സ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ പി നിങ്ങൾ എഴുതുക. ഓക്കെ, വൈ പി എഴുതിയാൽ പിന്നെ നമ്മൾ എയിം എന്താ, ഈ വൈ പിയിൽ വരുന്ന കോൺസ്റ്റന്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിനെന്താ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ, വൈ പി മീൻസ് ഇറ്റ് ഈസ് ഓൾസോ എ സൊല്യൂഷൻ. വൈ പി എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു സൊല്യൂഷനാണ്. സോ നമ്മൾ വൈ പി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതുന്നയാളെ നമ്മളൊരു സൊല്യൂഷൻ ആയിട്ട് വിചാരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ കിട്ടിയ സൊല്യൂഷനെ നമ്മളെ തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിലോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ വൈ പി എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എന്തൊക്കെ ടേംസ് ഉണ്ടാവും, വൈ ഡബിൾ ഡാഷിന്റെ ടേം ഉണ്ടാവും, വൈ ഡാഷിന്റെ ടേം ഉണ്ടാവും, വൈ ഉണ്ടാവും. ഓക്കെ, സോ നമ്മൾ വൈ ഇതായിട്ട് ചൂസ് ചെയ്തിട്ട് ഇതിന്റെ വൈ ഡാഷ് കണ്ടുപിടിക്കണം, വൈ ഡബിൾ ഡാഷും കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഈ വൈ ഡബിൾ ഡാഷിന് പകരം വൈ പി ഡബിൾ ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേപോലെ വൈ ഡാഷിന് പകരം വൈ പി ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ നമ്മൾ തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ മൊത്തം ഈ വൈ പി വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇക്വേറ്റ് ചെയ്യുക. റൈറ്റ് സൈഡിൽ നമ്മൾ ആർ ഓഫ് എക്സ് ഉണ്ടാവുമല്ലോ, ഈ ആർ ഓഫ് എക്സുമായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അത് പെട്ടെന്ന് കിട്ടും. ഈ ഒരു കോൺസ്റ്റന്റ് എന്താണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഈ കോൺസ്റ്റന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, വൈ പി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഈ കോൺസ്റ്റന്റ് പകരം ആ കിട്ടിയ നമ്പർ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾ ആൻസർ ആയി, വൈ പി എന്ന് പറയുന്ന ആൻസർ ആയി. സോ ആ ജനറൽ സൊല്യൂഷൻ എന്താണ്, വൈ ഇസ് ഈക്വൽ ടു വൈ എച്ച് പ്ലസ് വൈ പി ആണ്. അപ്പൊ വൈ എച്ച് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ. സോ ആ സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യാം, വൈ എച്ച് എഴുതുക പ്ലസ് വൈ പി എഴുതുക. വൈ പി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലായി, ഈ കോൺസ്റ്റന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ഇക്വേറ്റ് ചെയ്തിട്ട്, ആ കോൺസ്റ്റന്റ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വൈ പി എഴുതുക. ക്വസ്റ്റ്യൻ ചെയ്യുന്ന കണ്ടാലും നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, സോ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ, ഒരു ഐഡിയ കിട്ടിയോ എന്താണ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് എന്നുള്ളത്? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ടേബിള് ബൈ ഹാർട്ട് പഠിക്കുക. ഓക്കെ, ടാബിൾ എഴുതി ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു കാര്യം, നമുക്കൊരു പരിധി ഉണ്ട് ക്ലാസ്സിൽ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ട്. ഒന്നാമത്തെ 40 മിനിറ്റ്സ് നമുക്ക് കിട്ടുന്ന ഒരു ആറ്. സോ ഒരു പരിധി ഉണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. അവിടെ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്തോളുക, ചെയ്ത് പഠിക്കും ഈ ക്വസ്റ്റ്യൻസ്. മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് പ്രത്യേകത ഏതാ, നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഈസി ആവും. പിന്നെ നിങ്ങൾ ടാബിളിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിക്കും. കുറെ പ്രോബ്ലംസ് ചെയ്ത് വന്നാലും ഓരോ ഫംഗ്ഷൻ കാണുമ്പോഴേ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എഴുതേണ്ടത്. അപ്പം ഇനി ഈ ഒരു ഇത്ര കാലം ഞാൻ നിങ്ങൾക്ക് ബർഡൺ ആയിട്ട് ഒരു ഹോംവർക്ക് കാര്യങ്ങളൊന്നും ഞാൻ തന്നിട്ടില്ല. പക്ഷെ ഈ ഒരു സെക്ഷനിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് എന്തായാലും നിങ്ങൾ എക്സാം ഒക്കെ കഴിയട്ടെ,
നോക്കാം ഇനി എന്താണ് സ്റ്റഡിയിൽ ഒക്കെ ആയിരിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് തരും. അത്യാവശ്യം കുറേ ക്വസ്റ്റ്യൻസ് തന്നെ തരും, കാരണം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക. സോ ഈ ടാബിൾ നിങ്ങൾ പഠിക്കുക. ഞാൻ ടാബിൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇഫ് യുവർ ആർ ഓഫ് എക്സ് ഇസ് k e raised to px, then your yp is c into e raised to px. നോക്ക്, ഇവിടെ k into px ആണെങ്കിൽ ഇവിടെ എന്താ c e raised to px എന്ന് എഴുതുക. അതാണ് നിങ്ങളെ yp. ഈ kക്ക് വലിയ റോളൊന്നുമില്ല. ഓക്കെ, കെക്ക് പകരം നിങ്ങൾ ഇവിടെ സി എന്ന് എഴുതുക. കെ മീൻസ് ഇവിടെ എന്തെങ്കിലും ഒരു നമ്പർ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക ക്വസ്റ്റ്യനിൽ. അപ്പൊ അത് നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് ഇ റേസ് ടു എന്താണെന്ന് എഴുതുക, അതിന്റെ ബാക്കിൽ ഒരു കോൺസ്റ്റന്റും കൊടുക്കുക. ഓക്കെ, then if the r of x is some polynomial, ഏതെങ്കിലും ഒരു പോളിനോമിയൽ ആണ്, അതായത് പ്ലസും മൈനസും എക്സും ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പോളിനോമിയൽ ഫോമിലാണ് നിങ്ങൾക്ക് തന്നെങ്കിൽ, then your yp is like this. nth പോളിനോമിയൽ ആണെങ്കിൽ, n ടേംസ് ഉണ്ടെങ്കിൽ, നിങ്ങളെ പോളിനോമിയൽ ഇപ്പൊ എത്ര ടേംസ് ഉണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഒരു 3 ടേം ആണെങ്കിൽ ഇവിടെ എന്താ വരുക, k3 വരും. k3 x raised to 3 പ്ലസ് k2 x raised to 2 പ്ലസ് എന്താണ്, അങ്ങനെ അങ്ങനെ. ഇതിപ്പോ കാണുന്നൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല, നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താ. ഇതിപ്പോ n എന്നൊക്കെ കാണുമ്പോൾ n-1 എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ ഉണ്ട്. അത്രയൊന്നുമില്ല. ഒരു പോളിനോമിയൽ വിത്ത് 3 ടേംസ് ഉള്ളൂ എങ്കിൽ k3x² പ്ലസ് k2x² പ്ലസ് k1x പ്ലസ് k0, അത്ര ടേംസാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പൊ അതാണ് നിങ്ങൾ yp ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ദെൻ അടുത്തത് റൈറ്റ് സൈഡിൽ സം കോസിന്റെ മൾട്ടിപ്ലൈ വന്നെങ്കിൽ, അല്ലെ സൈനിന്റെ മൾട്ടിപ്ലൈ വന്നെങ്കിൽ ഇതായിരിക്കും നിങ്ങളെ yp. അപ്പൊ കോസിനും സൈനും സെയിം ആണ് കേട്ടോ. yp എന്ന് പറയുന്നത് കോസിനാണെങ്കിലും സൈനാണെങ്കിലും സെയിം ആണ്. സോ ദിസ് ഈസ് യുവർ yp, ദാറ്റ് ഈസ് k cos qx പ്ലസ് സൈൻ qx. ഈ ക്യൂ എന്ന് പറയുന്ന ഏതെങ്കിലും നമ്പർ ആയിരിക്കും, അത് നിങ്ങൾ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളത് അത് തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. അത് 1 ആവാം 2 ആവാം. കോസ് ആണെങ്കിൽ ഇവിടെ എന്താ വരിക, ഇപ്പൊ ഇത് k cos ആണെന്ന് വിചാരിച്ചു, അപ്പൊ ഇവിടെ എന്താ വരിക, k cos പ്ലസ് m sin x എന്നാണ് വരിക. ഓക്കെ, ഇവിടെ ഏതെങ്കിലും നമ്പർ ആയിരിക്കുവേ, ആ നമ്പർ നമ്മൾ ഇടാൻ പാടില്ല. ഇവിടെ എപ്പോഴും km, ഇവിടെ എപ്പോഴും കോൺസ്റ്റൻസ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, k cos പ്ലസ് m sin x. ഓക്കെ, അതേപോലെ ഇവിടെയാണെങ്കിലും, ഇവിടെ നിങ്ങൾ നോക്കുക, ഇതാ ആദ്യത്തെ ഈ ഒരു ഫംഗ്ഷനും കോസ് എക്സ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർ ഓഫ് എക്സ് എങ്ങനെ വരുക, കെ ഇ റേസ് ടു പി എക്സിന്റെ ആർ ഓഫ് എക്സ് ഇ റേസ് ടു പി എക്സ് ആണ് എഴുതുക. ഓൾറെഡി 2 കോൺസ്റ്റൻസ് ഇവിടെ ഉള്ളതുകൊണ്ട് പിന്നെ ഇവിടെ കോൺസ്റ്റന്റ് എഴുതണ്ട, അതാണ് ഒരു വ്യത്യാസം വരിക. ഓക്കെ, സോ ഹിയർ കെ ഇ റേസ് ടു പി എക്സ് കോസ് ക്യു എക്സ് അല്ലെങ്കിൽ കെ ഇ റേസ് ടു പി എക്സ് സൈൻ ക്യു എക്സ് ഫോമിലാണ് ഉള്ളതെങ്കിൽ ഇങ്ങനെയായിരിക്കും അതിന്റെ yp വരിക. ആൻഡ് പോളിനോമിയൽ ഇൻറ്റു ഇ റേസ് ടു പി എക്സ് ആണെങ്കിൽ ആ പോളിനോമിയലിന്റെ yp ഇൻറ്റു ഇ റേസ് ടു പി എക്സ് ആയിരിക്കും വരിക. ഓക്കെ, ഇത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. കോസ് ക്യു എക്സിന്റെ yp ആണ് ഇത്. അപ്പൊ ഒരു ഇ റേസ് ടു പി എക്സ് അതിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ അത് ഇ റേസ് ടു പി എക്സ് മൾട്ടിപ്ലൈ ചെയ്യണമെന്നേ ഉള്ളൂ. ഇവിടെ എന്താ പി എൻ ഓഫ് എക്സ് പോളിനോമിയൽ, അപ്പൊ പോളിനോമിയലിന്റെ yp ആണ് ഇത്. അപ്പൊ അതിനോട് എന്ത് ചെയ്യുക, ഇ റേസ് ടു പി എക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി പോളിനോമിയലും കോസ് ക്യു എക്സും, അപ്പം പോളിനോമിയലിന്റെ ypയും എന്ത് ചെയ്യാം, കോസ് ക്യു എക്സ് ഇത്രയും വരുന്നുണ്ട്. ഇത് രണ്ടിൻ്റെതും ഇത് കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട് yp എന്ന് പറയുന്നത്. പോളിനോമിയൽ ഇൻറ്റു കോസ് ക്യു എക്സ് ചോദിച്ചാലും ഇത് ഫുൾ ടേം വരും. അതേപോലെ പോളിനോമിയൽ ഇൻറ്റു സൈൻ ക്യു എക്സ് ചോദിച്ചാലും ഇത് ഫുള്ള് വരും. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കുക, വേറെ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ടാബിൾ ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഇത് മൊത്തത്തിൽ ഒരു ടേം ആണ്, ഇത് ഫുള്ള് yp ആണ്. ഈ പ്ലസ് കോസ് ക്യു എക്സ് തൊട്ടിട്ട് സൈൻ ക്യു എക്സ് വരെ നിങ്ങളെ yp ആണ്. അപ്പൊ കോസ് ക്യു എക്സിന്റെ കോഎഫിഷ്യന്റ് ഈ പോളിനോമിയലിന്റെ yp ആണ് വരിക, സൈൻ ക്യു എക്സിൻ്റെതും അതേപോലെ തന്നെ പോളിനോമിയലിന്റെ yp. പക്ഷെ കോൺസ്റ്റന്റ് മാറ്റിയിട്ട് എഴുതുക. ഇത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല, പക്ഷെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ക്ലിയർ ആകും. ഓക്കെ, ഞാൻ പെട്ടെന്ന് ഒരു പ്രോബ്ലം നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ പ്രോബ്ലം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, എന്നിട്ട് നിങ്ങൾ ചെയ്യും. Look at this question. Solve the non-homogeneous equation y double dash minus y dash plus 3y equal to 10 e raised to minus 2x. Okay, so നോക്കുക right side which is some r of x. So this is non-homogeneous equation. So solve ചെയ്യുക means we have 2 methods. അതിൽ ആദ്യത്തെ മെത്തേഡ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്കിത് സോൾവ് ചെയ്യും നോക്കാം.
So step 1, find the homogeneous equation. Okay, find the solution of the corresponding homogeneous equation. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം അല്ലേ. അപ്പോൾ ഇതിന്റെ homogeneous equation എങ്ങനെ എഴുതാം? y double dash minus y dash plus 3y equal to 0. Okay, this is equal to 0 is the corresponding homogeneous function. Okay, then the characteristic equation. നമ്മൾ ഇനി ഇതിനെങ്ങനെ സോൾവ് ചെയ്യാം? സാധാരണ സോൾവ് ചെയ്യുന്ന പോലെ അതിന്റെ characteristic equation കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് റൂട്ട് കിട്ടും. Then after that root 3 and 1 are the roots. So the solution is what? C1 e raised to lambda 1x plus C2 e raised to lambda 2x. That is YH equal to C1 e raised to 3x plus C2 e raised to x. 3 ഉം 1 ഉം രണ്ട് distinct real roots ആണ് കിട്ടിയത്. Therefore our homogeneous equation solution will like this. So അത് എഴുതുക. ഇത്രയും നിങ്ങൾക്ക് അറിയാം. രണ്ടാമത് നമുക്ക് ഇനി എന്താ വേണ്ട? We have to find YP. Okay, so that is step 2. So YP കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്താ നോക്കണ്ടേ? YP കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് നോക്കുക? R of x എന്താണെന്ന് നോക്കുക. So here R of x is equal to 10 e raised to minus 2x. Okay, so this R of x ഏത് ഫോമിൽ നമ്മൾ ടാബിളിൽ തന്ന ഏത് ഫംഗ്ഷന്റെ പോലെ ഇതുള്ളത്? ഈ ഒരു ഫംഗ്ഷൻ പോലെയല്ലേ ഉള്ളത്? k e raised to px എന്ന് പറയുന്ന ഫോമിലാണ് ഉള്ളത്. വേറെ ഇവിടെ k ക്ക് പകരം 10 ആണ് ആൻഡ് p ക്ക് പകരം -2 ആണ്. ഓക്കെ, സോ ദിസ് ഈ ഫോമിലാണ് നമ്മൾ R of x ഉള്ളത്. അപ്പൊ ഈ ഫോമിലുള്ളതെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള YP എന്താണ്? ആ ടാബിൾ നോക്കിയിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് YP ഈക്വൽ ടു ആ ടാബിളിലുള്ള പോലെ തന്നെ എഴുതണേ നിങ്ങൾ YP C e raised to -2x. C e raised to px ആണ് YP. സോ p ക്ക് പകരം ഇവിടെ എന്താ ക്വസ്റ്റ്യനിൽ -2 ഉള്ളത്, അപ്പോൾ ആ -2 എന്ന് എഴുതാം. സോ YP is equal to C e raised to -2x എന്ന് കിട്ടും. ഓക്കെ, R of x എന്താണെന്ന് നോക്കുക. അപ്പം R of x നമ്മുടെ ടാബിളിൽ ഏതാളെ പോലെയുള്ളത് നോക്കുക. അപ്പൊ ഈ ആളെ പോലെയാണ് R of x ഉള്ളത്. അപ്പൊ ഇയാൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള YP ഏതാണോ അത് നമ്മൾ എഴുതുക. ഓക്കെ, ഇനി നമ്മള് കാര്യം എന്താണ്? ഈ C നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ YPനെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താ? y ഡബിൾ ഡാഷ് മൈനസ് 4y ഡാഷ് പ്ലസ് 3y ഈക്വൽ ടു R of x ആണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ അവിടെ y-ക്ക് പകരമൊക്കെ YP കൊടുക്കുക. ദെൻ our equation will become YP ഡബിൾ ഡാഷ് മൈനസ് 4YP ഡാഷ് പ്ലസ് 3YP is equal to 10 e raised to -2x എന്ന് വരും. ഓക്കെ, സോ വി ഹാവ് ടു ഫൈൻഡ്. നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കണം. YP ഡബിൾ ഡാഷ് കണ്ടുപിടിക്കണം, YP ഡാഷ് കണ്ടുപിടിക്കണം ആൻഡ് YP. ഓക്കെ, സോ YP എന്താണ്? YP is C raised to -2x. Okay, therefore YP dash means the derivative of this function. ഇതിന്റെ ഡെറിവേറ്റീവ് എന്താന്ന് നമുക്ക് കിട്ടും? C is a constant. So e raised to -2x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? -2 e raised to -2x. അപ്പോൾ YP ഡാഷിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എഴുതി. അതേപോലെ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് YP ഡബിൾ ഡാഷ്. So YP ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ ഡെറിവേറ്റീവ്. സോ -2 into C into again e raised to -2x. That is derivative is -2 e raised to -2x. So -2 4 ആവും. 4C e raised to -2x എന്ന് കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതാ. YP കിട്ടിയാൽ അതിന്റെ ഡെറിവേറ്റീവ് കാണാൻ നിങ്ങൾക്ക് അറിയാം, അതിന്റെയും ഡെറിവേറ്റീവ് കാണാൻ നിങ്ങൾക്ക് അറിയാം. സോ നമുക്ക് YP കിട്ടി, YP ഡാഷ് കിട്ടി, YP ഡബിൾ ഡാഷ് കിട്ടി. Then substitute these all things in this second order differential equation with this YP. Okay, so YP double dash ന് പകരം നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ എഴുതുക, YP ഡാഷിന് പകരം ഇവിടെ കിട്ടിയത് എഴുതുക, YPക്ക് പകരം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എഴുതുക. അപ്പൊ അതൊക്കെ നിങ്ങൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, സോ ഹിയർ YC e raised to -2x plus the -4 into -2, that is plus 8 C e raised to -2x plus 3C e raised to -2x is equal to 10 e raised to -2x. അപ്പൊ അതിനെ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ ഷോർട്ട് ആക്കിയിട്ട് ഇങ്ങനെ എഴുതുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ഇതിന്റെ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുന്നത്. അതായത് ഈ C ഒക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ രണ്ട് സൈഡിലെയും ഓരോ ടേംസിന്റെ കോഎഫിഷ്യൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെ ടേംസാണ് വരുന്നത് നോക്കുക. ലെഫ്റ്റ് സൈഡിൽ ആരൊക്കെ ടേംസാണ് വരുന്നത്? മൊത്തത്തിൽ നോക്കി e raised to 2x ടേംസേ വരുന്നുള്ളൂ. ഓക്കെ, റൈറ്റ് സൈഡിലും e raised to 2x ടേം ഉണ്ട്. സോറി, e raised to -2x ടേം ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കമ്പയർ ദി കോഎഫിഷ്യൻസ് ഓഫ് e raised to -2x.
അപ്പൊ ആദ്യം നമ്മൾ ഇ റേസ് ടു മൈ ഈ റൈറ്റ് സൈഡ് നിങ്ങൾ നോക്കുക, റൈറ്റ് സൈഡ് മാത്രം നോക്കുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ ഏത് ടേംസാ വരുന്നത് നോക്കുക, ഏത് ഫംഗ്ഷനാ വരുന്നത് നോക്കുക. അപ്പൊ റൈറ്റ് സൈഡിൽ ഏത് ഫംഗ്ഷനാ വരുന്നത്, ഇ റേസ് ടു മൈനസ് ടു എക്സിന്റെ ഫംഗ്ഷനാ വരുന്നത്. അപ്പൊ അതുമായിട്ടൊന്ന് ഇതിനെ കമ്പയർ ചെയ്യുക. അപ്പൊ ഇവിടെയുള്ള ഇ റേസ് ടു മൈനസ് ടു എക്സിന്റെ കോഎഫിഷ്യൻസ് എന്തൊക്കെയാന്ന് നോക്കിയിട്ട് കമ്പയർ ചെയ്യുക. സോ കമ്പയറിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് ഇ റേസ് ടു മൈനസ് ടു എക്സ് നമുക്ക് എന്ത് കിട്ടും പറ. ഇവിടെ എന്താ കോഎഫിഷ്യന്റ് 4c ഉണ്ട്, പ്ലസ് 8c ഉണ്ട്, പ്ലസ് 3c. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 4c പ്ലസ് 8c പ്ലസ് 3c. ഈ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് ഈ ഒരു ഇക്വേഷൻ കാണുന്നവരെ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ. പിന്നെ ഫുൾ ഇക്വേറ്റിംഗ് ആണ്. ഇക്വേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എളുപ്പമാണ്. ഓക്കെ, ജസ്റ്റ് കോഎഫിഷ്യൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുക, അത്രയേ വേണ്ടു. അപ്പൊ ഇവിടെ മൈനസ് 2x ഒക്കെ കോഎഫിഷ്യൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. സോ ഇവിടെ എന്താ ഉള്ള, മൈനസ് 2x കോഎഫിഷ്യന്റ് 4c പ്ലസ് 8c പ്ലസ് 3c. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്താ ചെയ്ത് മൈനസ് 2x കോഎഫിഷ്യന്റ് 10. സോ 10. സോ ഇവിടെ എന്ത് കിട്ടി, 4c പ്ലസ് 8c പ്ലസ് 3c ഇസ് ഈക്വൽ ടു 15c. ഇത് മൂന്ന് ആഡ് ചെയ്താൽ 15c വരും. 15c is equal to 10. Therefore c is equal to 10/15, that is 2/3. സോ നമ്മൾ കോഎഫിഷ്യന്റ് കണ്ടുപിടിച്ചില്ലേ, that is undetermined coefficient. Okay, so we get the constant c is equal to 2/3. അപ്പോൾ നമ്മളെ yp എന്തായി, yp means നമ്മളെ c ന്റെ വാല്യൂ കണ്ടുപിടിക്കണം, particular solution. So we got this value of c, that is 2/3. അപ്പോൾ yp യിൽ നമ്മൾ എന്ത് ചെയ്യുക, c ക്ക് പകരം ആ കിട്ടിയ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, that is 2/3. Okay, so 2/3 into e raised to minus 2x എന്ന് വരും. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്, yp കിട്ടിയാൽ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ജനറൽ സൊല്യൂഷൻ. So the general solution is y is equal to yh plus yp, where yh is c1 e raised to 3x plus c2 e raised to x. yh നമുക്ക് ഓൾറെഡി ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടിയിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്ലസ് yp ഇപ്പം കിട്ടിയിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Then this is your solution of the non-homogeneous differential equation. അപ്പൊ അത്യാവശ്യം കുറച്ച് സ്റ്റെപ്സ് നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, പക്ഷെ ലെങ്തേ ഉള്ളൂ കാണുന്നത്, നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമൊക്കെ തന്നെയായിരിക്കും, വലിയ കുഴപ്പമുണ്ട്. ഐഡിയ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത് ഐഡിയ മനസ്സിലാക്കി വെക്കുക. അത് ബാക്കിയുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് ചെയ്ത് വരുമ്പോൾ ഓരോ സ്റ്റെപ്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്, കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ എഴുതുക, എന്നിട്ട് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, ദി സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഫൈൻഡ് yp, r of x എന്താ നോക്കുക. അപ്പോൾ നമ്മൾ ടാബിളിൽ തന്ന ഏത് r of x ആയിട്ട് മാച്ച് ആവുന്നത് നോക്കുക. ആ r of x കറസ്പോണ്ടിങ് ആയിട്ടുള്ള yp നിങ്ങൾ എഴുതുക. yp എഴുതിയാൽ അടുത്ത് ചെയ്യേണ്ടത് നമ്മൾ തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ആ yp സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അവിടെ yp ഡാഷും yp ഡബിൾ ഡാഷും ഒക്കെ കാണേണ്ടി വരും. അതൊക്കെ കണ്ടിട്ട് ആ ഒരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ അതിലെ ഓരോ ടേംസും ഇക്വേറ്റ് ചെയ്യുക, കോഎഫിഷ്യൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് ദി ആൻസർ. ഓക്കെ, സോ അതിന്റെ നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞല്ലോ, ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾ ഒറ്റക്കൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ അതിന്റെ തൊട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നാളെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ക്ലാസ്സിന് ചെയ്യാം, നാളെയല്ല നെക്സ്റ്റ് ക്ലാസ് എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഇത് ക്ലിയർ ആയോ, സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ, മെത്തേഡ് നിങ്ങൾക്ക് ക്ലിയർ ആയോ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പൊ പറയുമ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. കാരണം പറഞ്ഞ് ഇത് എത്രത്തോളം നിങ്ങളിൽ എത്തിക്കാൻ പറ്റും എന്നുള്ളത് ഡിഫിക്കൽട്ട്. അപ്പം അത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും ഇതില് എന്താ നിങ്ങൾ എഫേർട്ട് എടുത്തേ പറ്റൂ. ഈ ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ എഫേർട്ട് എടുക്കുക മീൻസ് നിങ്ങൾക്ക് അത്ര ടഫ് ഒന്നും അല്ല ഇത്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്ത് തന്നെ പഠിക്കുക, പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പഠിക്കണം. അതുകൊണ്ട് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്ത് ലിങ്ക് ബേസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മൊഡ്യൂൾ 3ന്റെ നോട്ട്സ്. അപ്പൊ അത് നോക്കിയിട്ട് അതിൽ ചെയ്ത പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നിങ്ങൾ ഒറ്റക്ക് നിങ്ങളൊന്ന് ചെയ്ത് പഠിക്കുക. ഓക്കെ, എന്നിട്ട് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. കാരണം എല്ലാ പ്രോബ്ലം നമുക്ക് ക്ലാസ്സിൽ ചെയ്ത് പോവാന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ആപ്ലിക്കബിൾ, പറ്റൂല. കാരണം ടൈം നിങ്ങൾക്ക് അറിയാലോ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ തന്നെ ഒരു 1 hour എടുക്കും ചിലപ്പോൾ. അതുകൊണ്ട് പഠിക്കുക, ചെയ്യുക, ഡൗട്ട് ചോദിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ തീരെ ചെയ്യാണ്ടില്ല, നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യും, പക്ഷെ ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ആദ്ര
अभिजीत, present ma'am. अभिजीत केपी, present ma'am. अभिराग, present ma'am. एबिन, Present ma'am. आदित्य, अद्वैत, Present ma'am. अफरा, Present ma'am. अफरा, Present ma'am. अक्षया, Present ma'am. अमल, present ma'am. अमाना, Present ma'am. अमया, Present ma'am. अंकिता, Present ma'am. अनन्या, Present ma'am. अनुश्री, Present ma'am. अनुश्री वी, Present ma'am. अनवया, Present ma'am. आर्या, Present ma'am. अतुल, Present ma'am. अतुल एम विनोद, present ma'am. चंदना, Present ma'am. दिया, Present ma'am. दिया टीएम, Present. फरहाना, Present ma'am. फातिमा जुमैना, सॉरी जुमिना, Present ma'am. रिंसी, Present ma'am. फिदा फातिमा, Present ma'am. हिबा फातिमा, हिबा, हुस्ना, Present ma'am. जयदीप, Present ma'am. खदीजा, Present ma'am. रेहान, Present ma'am. जैन, Present ma'am. ജെയിൻ കഴിഞ്ഞവരുണ്ടായിരുന്നില്ലല്ലോ, ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, അറ്റൻഡൻസ് എടുക്കുമ്പോൾ കട്ടായി പോയി. എന്താ? അതെവിടെയാ പോയ ജെയിൻ അറ്റൻഡൻസ് എടുക്കുന്ന സമയത്ത്? അറ്റൻഡൻസ് എടുക്കുമ്പോൾ അത് ഞാൻ വിചാരിച്ച് എന്തായാലും ബ്രേക്ക് ആയിരിക്കും വിചാരിച്ച് ഞാൻ കട്ടാക്കി പോയി. അങ്ങനൊക്കെ വിചാരിക്കാം. ഞാൻ ബ്രേക്ക് പറഞ്ഞോ? ഫസൽ, ഫസൽ, ഷാസ്,
Present, ma'am. Nandana, Present, ma'am. Pradul, Rakil, Present, ma'am. Rania, Present, ma'am. Vishal, Rishal, മാം ഹിബ ഫാത്തിമ പ്രസന്റ് ആണ്. അപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് Hiba. Rishal, Safila, Present, ma'am. Sariga, Present, ma'am. Sayana, Present, ma'am. Sikta, Present, ma'am. Sneha, Present, ma'am. Suryananda. Present, ma'am. സൂര്യ ലാസ്റ്റ് അവർ എവിടെ പോയേ? റേഞ്ച് ഇല്ലായിട്ടാ. ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നോ? ആ. വിനയ, റിഷാൽ ഉണ്ടോ? റിഷാൽ